നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം താരതമ്യേന മോശമില്ലാത്ത വിജയം കരസ്ഥമാക്കിയ പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു മഹാരാഷ്ട്ര. വിവിധ ജാതി കാർഡുകൾ ഇറക്കിയും സുന്ദരമോഹന വാഗ്ദാനങ്ങൾ നൽകിയും ഒക്കെയാണ് ഇന്ത്യ സഖ്യം അവിടെ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. ഈ പ്രകടനത്തിൽ മതിമറന്നു നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിന് മുഖംമട്ട ചടിയാണ് കിട്ടിയിരിക്കുന്നതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മഹാരാഷ്ട്രയിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായിട്ടുള്ള എന്നത് കരുതപ്പെടുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിൽ തിരഞ്ഞെടുപ്പുകളിൽ ഗംഭീര പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് സഖ്യമെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ 11-ൽ 9 സീറ്റുകളും നേടി തകർത്തു വാരിയിരിക്കുകയാണ് BJP സഖ്യം. BJP ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന, അജിത് പവാറിന്റെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്നിവ ചേർന്ന് മഹായുതി സഖ്യമാണ് വമ്പൻ വിജയം നേടിയത്. 11 സീറ്റുകളിലേക്ക് നടത്തിയ തിരഞ്ഞെടുപ്പിൽ BJP 5 സീറ്റുകളും ശിവസേനയുടെയും NCPയുടെയും സ്ഥാനാർത്ഥികൾ 2 സീറ്റുകൾ വീതവും കരസ്ഥമാക്കി. ഈ വർഷം അവസാനം മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിനാൽ MLC തിരഞ്ഞെടുപ്പ് ഏറെ പ്രാധാന്യത്തോടെയാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. BJP നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യവും കോൺഗ്രസും ശിവസേന ഉദ്ധവ് വിഭാഗവും NCP ശരത് പവാർ വിഭാഗവും ചേർന്ന മഹാവികാസ് സഖ്യവും തമ്മിലാണ് മത്സരം നടക്കുന്നത്. BJP സഖ്യത്തിന്റെ 9 സ്ഥാനാർത്ഥികളും കോൺഗ്രസിന്റെ 2 സ്ഥാനാർത്ഥികളുമാണ് മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. BJPയുടെ പങ്കജ് മുണ്ടെ, യോഗേഷ് തിലേക്കർ, പരിണയ് ബുക്കെ, അമിത് ഗോഗർഗെ, സദാഭാവ് ഘോട്ട്, അജിത് പവാർ, NCPയുടെ രാകേഷ് വിധേക്കർ, ശിവറാവു ഖാർജെ, ഏക്നാഥ് ഷിൻഡെ, ശിവസേനയുടെ കൃപാൽ തുമാനെ, ഭവാന ഗവാലി, കോൺഗ്രസിന്റെ പ്രധന്യ രാജീവ് സദാബ്, മിലിംഗ് നർവേക്കർ എന്നിവരുമാണ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസ് വോട്ടിംഗ് നടത്തിയതായും ആരോപണമുണ്ട്. അതേസമയം കോൺഗ്രസ്, ശിവസേന, ഉദ്ധവ് ഠാക്കറെ വിഭാഗം, NCP ശരത് പവാർ വിഭാഗം എന്നിവരുടെ പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡി തങ്ങൾക്ക് സുരക്ഷിതമായ 3 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചത്. ഇവരും ജയിച്ചു കയറി. ഈ വർഷം അവസാനം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലിലായാണ് പൊതുവെ മഹാരാഷ്ട്ര നിയമസഭാ കൗൺസിൽ തിരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത്. BJP നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് 9/9 എന്ന ഹ്രസ്വ സന്ദേശം എക്സിൽ കുറിച്ച് തിരഞ്ഞെടുപ്പ് വിജയം സ്ഥിരീകരിച്ചു. എന്തായാലും ഇതോടുകൂടി 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഞങ്ങൾ എന്തൊക്കെയോ സംഭവങ്ങളാണ് എന്ന് കോൺഗ്രസ് സഖ്യ കക്ഷികളുടെ മണ്ടൻ ധാരണയാണ് തകർന്ന് കിട്ടിയിരിക്കുന്നത്.